ഇനിയിപ്പോൾ ആവശ്യം വരികയാണെങ്കിൽ പോലീസിൻ്റെ സഹായവും തേടാൻ വേണ്ടി ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പം ഇവിടെ വേലി കെട്ടിയാൽ മറ്റേത് സ്ഥലത്ത് കുട്ടിയാണ് വരിക എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ കാരണം നമ്മൾ കേരളത്തിലെ വനഭൂമി ആകെയും അതിൽ കെട്ടി തടയാൻ പറ്റില്ല. അപ്പം അതൊരു പ്രായോഗികമായ പ്രശ്നമാണ്. അങ്ങനെ വെട്ടിയാൽ നമുക്ക് വയനാട് ചൂട് അടച്ചു കെട്ടേണ്ടി വരും. ഉൾവനങ്ങളിലൂടെ വനത്തിലൂടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും നമ്മൾക്ക് ഫുള്ളായിട്ട് കെട്ടി തീർക്കുക എന്നതല്ല. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ വംശവർധന തടയുന്നതിന് ആവശ്യമായ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ്. ദൗർഭാഗ്യവശാൽ അതിനെപ്പറ്റി ആരും സംസാരിക്കാതെ വനംവകുപ്പ് കേരള ഗവൺമെൻറ്റിനെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാടാണ് എടുക്കുന്നത്. ഞങ്ങൾ ഈ പ്രശ്നം കഴിയാവുന്നത്ര വിധത്തിൽ കേന്ദ്ര ഭരണാധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗൗരവം അവർക്ക് ബോധ്യമാകുന്നില്ല. കഴിഞ്ഞ വൈൽഡ് ലൈഫ് ബോർഡിൻ്റെ യോഗത്തിൽ പോലും നമ്മുടെ പ്രതിനിധികൾ ഇത്തരം ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ അവർ നമ്മളീ പറയുന്ന ഒരു തമാശയായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത്ര ഒരു ഗൗരവത്തിലും അവരതിനെ കണ്ടിട്ടില്ല. ഇവിടെ സംസാരിക്കുമ്പോൾ എല്ലാവരും വളരെ ഗൗരവത്തിൽ സംസാരിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, പറയുന്നു, വിമർശിക്കുന്നു. അപ്പോൾ വിമർശനങ്ങളൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അതിനെ വിമർശിക്കുന്നു എന്നതുകൊണ്ട് അസ്വസ്ഥരാകുകയല്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് തൽക്കാലം ഒരു നടപടി സ്വീകരിക്കാനുള്ള താൽക്കാലിക അനുവാദമെങ്കിലും കിട്ടണം. അപ്പോൾ 28-ാം തീയതി രാവിലെ അഡ്വക്കേറ്റ് ജനറലുമായി ഈ നിയമപരമായി ഇനി കോടതിയെ സമീപിക്കാൻ വല്ല സാധ്യതയുണ്ടോ? കാരണം നമ്മൾ കേരള നിയമസഭ പാസ്സാക്കിയ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ട ഭേദഗതികൾ വരുത്താൻ കേന്ദ്ര ഗവൺമെൻറ്റിനോട് നിർദ്ദേശിക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കാമോ എന്നൊരു വിഷയത്തിന് നാളെ 28-ാം തീയതി രാവിലെ എറണാകുളത്ത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ സാന്നിധ്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നിയമപരമായ വഴികളും എല്ലാം അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് ഇത് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു ബില്ലായതുകൊണ്ട് ആ ബില്ലിൽ ഭേദഗതി വരുത്താൻ എന്തെങ്കിലും വഴി ഇല്ല എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാലും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സംസാരിക്കുകയായിരുന്നു. എരുമക്കുലയിൽ മനുഷ്യരെ കൊല്ലുന്ന കാട്ടാന വീണ്ടും പ്രത്യക്ഷപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയായിരുന്നു.